നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പോപ്കോൺ തയ്യാറാക്കാം. അതായത് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ 3 ടൈപ്പ് പോപ്കോൺ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള പോപ്കോൺ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാനൊരു കുഴിച്ചുള്ളൊരു കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് ഡ്രൈഡ് കോൺ ആണ് എടുത്തത്. ആ കോൺ നന്നായിട്ട് ഇതുപോലെ നിരത്തി വെക്കണം കേട്ടോ. ഒരുപാട് തിക്കായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടിത് പഫായി വരില്ല, ഇടയ്ക്ക് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ എല്ലാം പഫായി കിട്ടും. ഇതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ബട്ടർ വേണമെങ്കിൽ എടുക്കാം, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോപ്കോൺ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരമൽ പോപ്കോൺ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക്, ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് ഒന്ന് നിരത്തി വച്ചു കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ക്രീമിന് പകരം മിൽക്ക് വേണമെങ്കിലും ചേർക്കാം, ഫ്രഷ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം, മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നമ്മുടെ ഈ ക്രീം നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര മാത്രം നമ്മൾ ക്യാരമലൈസ് ചെയ്ത് എടുത്തിട്ട് പോപ്കോൺ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും, ഒട്ടിപ്പിടിച്ചിരിക്കും, ഇങ്ങനെ വിട്ട് വരില്ല. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, നല്ലൊരു ഫ്ലേവർ തരും നമുക്ക്. ഇത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തു. മിൽക്ക് ആയാലും കുഴപ്പമില്ല, ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പോപ്കോൺ ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു ട്രേയിലേക്ക് നിരത്തി വെക്കണം കേട്ടോ. ഇതുപോലെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്ക് സ്പൈസി പോപ്കോൺ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തത്. അത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ചെറിയ തീയിൽ വെച്ച് ചെയ്യണം, മസാല കരിഞ്ഞു പോകാതെ കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ പൗഡറാണ് ഞാൻ എടുത്തത്, ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ, ചെറിയൊരു പുളി രുചിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പോപ്കോൺ ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ സ്പൈസി ആയിട്ടുള്ള പോപ്കോൺ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്